കരുവാങ്കല്ല് മദ്ഹറുൽ ഉലൂം അറബി കോളേജിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന അൽ മദ്ഹർ മദ്രസ ചരിത്രം വർത്തമാനം സ്വാധീനം എന്ന സമ്മേളനോപഹാരത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ ഹാഫിൽ നഈം ഫൈലിയെക്കുറിച്ച് പ്രിയ സുഹൃത്ത് ഫഹദ് ഫൈലി അത്തോളി എഴുതുന്ന അനുസ്മരണ ലേഖനം. ഇനിയില്ല ആ മധുരനാദം. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി മടങ്ങുക എന്നത് ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ട ഹാഫിൽ നഈം ഫൈലി ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് വന്ന അനുശോചനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഞങ്ങൾക്ക് ഉസ്താദിനെ നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷേ എന്താണെന്നറിയില്ല, ആ വാർത്ത മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എന്നു പറഞ്ഞായിരുന്നു പലരും അനുശോചനം അറിയിച്ചത്. നഈം ഫൈലിയുടെ വിയോഗത്തിലുള്ള നഷ്ടബോധം പലരെയും വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. നല്ലൊരു ഗായകൻ കൂടിയായ നഈം പ്രവാചക മദ്ഹ് ഗീതങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പാടി പ്രചരിപ്പിക്കുന്നതിൽ അതിയായ താല്പര്യം കാണിച്ചിരുന്നു. മുന്നേ പാടിവെച്ച മരണത്തെയും മഹ്ശറയെയും ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളാണ് വിയോഗാനന്തരം സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. നീ എല്ലാം മുന്നേ പറഞ്ഞു വെച്ചാണല്ലോ നഈമെ പോയത് എന്നായിരുന്നു പലരും അതിന് ക്യാപ്ഷൻ നൽകിയിരുന്നത്. പ്രിയപ്പെട്ടവന്റെ മരണവാർത്തയോടൊപ്പം അവന്റെ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഹൃദയഹാരിയായ ഗാനം കൂടെ കേട്ടതോടെ പലരും വിങ്ങിപ്പൊട്ടി. കേവലം 24ഓളം വർഷം മാത്രം ജീവിച്ച നഈമിന്റെ ഗാലാപനം എല്ലാവരെയും ശക്തമായി സ്വാധീനിക്കുന്നതായിരുന്നു. ഇതര സമുദായത്തിൽപ്പെട്ട പല വ്യക്തികളും വിയോഗ സമയത്ത് നഈമിന്റെ പാട്ടിനെ പുകഴ്ത്തി അനുശോചനം അറിയിച്ച സംഭവം അനുസ്മരണ സമയത്ത് പങ്കുവെക്കുകയുണ്ടായി. സുന്ദരമായ പല പാട്ടുകളും തൻ്റെ സ്വരമാധുര്യം കൊണ്ട് നഈം മനോഹരമായി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. കേവലം ആലാപനം മാത്രമായിരുന്നില്ല, വരികൾക്കും പാട്ടുകൾക്കും അനുസൃതമായ മുഖഭാവങ്ങൾ നഈമിന്റെ മുഖത്ത് ആലാപന സമയത്ത് മിന്നിമറയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആസ്വാദകരെ സ്വാധീനിക്കുന്നതിൽ അതെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആസ്വാദത്തിനപ്പുറം ആത്മീയ ഉണർവ് സമ്മാനിക്കുന്നതാണ് നഈമിന്റെ ഓരോ ഗാനങ്ങളും, അന്നേരമുള്ള ഭാവങ്ങളും. മരിക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുന്നേ ഞാൻ നിനക്കൊരു ട്യൂൺ തരുന്നുണ്ട്, ഒരു മദ്ഹ് എഴുതി തരണം, നമുക്ക് പാടിയിറക്കാം എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ആ വാക്കുകൾ ഇനി എത്ര കാലം എന്നെ നൊമ്പരപ്പെടുത്തുമെന്നറിയില്ല. പൽബറിഞ്ഞു പാടിയപ്പോൾ മുത്തായ തങ്ങൾ നേരത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചതാവുമെന്ന് കരുതി ആശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. അവൻ പാടിത്തീർത്ത മദ്ഹുകൾ കേട്ട് ആളുകൾ ഇനിയും മദീനയെ പുൽകുകയും മദ്ഹിലായി ലയിക്കുകയും ചെയ്യും. തീർച്ച. ആളുകളോടുള്ള പെരുമാറ്റവും സമീപനവുമായിരുന്നു നഈമിന്റെ ജീവിതയാത്രയിലെ മറ്റൊരു സവിശേഷത. കാണുന്ന സന്ദർഭങ്ങളിലൊക്കെയും പുഞ്ചിരി തൂകി പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവനെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ ആർക്കും സാധിക്കില്ല. തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തെളിച്ചത്താൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിലും സൗഹൃദം പുലർത്തുന്നതിലും നഈം പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അവനുണ്ടായിരുന്ന ബന്ധങ്ങളും സൗഹൃദ വലയങ്ങളും അതിവിശാലമാണ്. അവനെ ഓർക്കാനും പറയാനും ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നഈമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട ഗുരുവിന് പോലും പ്രചുരമായി പറയാനുണ്ട്. 5 വർഷക്കാലത്തെ കോളേജ് ജീവിതത്തിൽ ഒരു കുട്ടി പോലും അവനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ലെന്ന ഗുരുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. വിയോഗത്തിന്റെ ദിവസങ്ങൾക്ക് മുന്നേ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ ഇടവഴി നോക്കി ഒരു മയ്യത്ത് പോലും നേരാവണ്ണം കൊണ്ടുവരാനുള്ള സ്ഥലമില്ലല്ലോ ഉമ്മ എന്ന് ഉമ്മയോട് പരിഭവം പറഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കട്ടെ. ഇനി ഒതുക്കമുള്ള ഭാവത്തോടെ തിരുനബി സ്നേഹത്തിന്റെ സ്നേഹാമൃത ഹൃദയത്തിൽ നിന്ന് ഉള്ളടക്കം ചോരാതെ പകരാൻ നഈം നമുക്കിടയിലില്ല. അവന്റെ സ്മൃതികൾ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് കരുത്താകട്ടെ. കാലമെത്ര കഴിഞ്ഞാലും നഈമിനെ തലമുറകൾ ഓർക്കണം. അവന്റെ അധരങ്ങളിൽ നിന്നൊഴുകിപ്പരന്ന നബി കീർത്തനങ്ങൾ ഇനിയും എത്രയോ കാലം മദീനയ്ക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങളെ തഴുകിത്തലോടും. യാ റസൂൽ അല്ലാഹ്, കലർപ്പില്ലാത്ത ഹൃദയമറിഞ്ഞങ്ങയെ പാടിയ ആശിഖാണ്, സ്വീകരിച്ചാലും. ഏത് വിയോഗവും സൃഷ്ടിക്കുന്ന ഹൃദയവേദനയിൽ നിന്നുള്ള ആശ്വാസം ഇരുലോക അനുഗ്രഹമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരെങ്കിലും ഈ ലോകത്ത് എന്നെന്നും നിലനിൽക്കുന്നുമായിരുന്നെങ്കിൽ തിരുനബിയായിരുന്നു അത്. അവിടുന്ന് പരലോക യാത്ര ചെയ്തുപോയി. അതിനാൽ ആരും അവശേഷിക്കുന്നില്ല ഈ ഭൂമിയിൽ. പ്രിയ നഈമിന് സ്വർഗീയ പദവി ഉയർത്തി നൽകിയാലും അല്ലാഹ്. ആമീൻ.